ഹലോ ഫ്രണ്ട്സ്, നമ്മൾ നോക്കാൻ പോകുന്നത് സ്വാദിഷ്ടമായിട്ടുള്ള ബീഫ് പെരട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: 1 കിലോ ബീഫ്, ഒരു തക്കാളി നീളത്തിലരിഞ്ഞത്, 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 വറ്റൽമുളക്, സവാള, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മസാല ഐറ്റംസ് ആ പൊടികളെല്ലാം എടുക്കുക. ജീരകപ്പൊടി, കുരുമുളക് പൊടി, അതുപോലെ എണ്ണ, ഉപ്പ്, കറിവേപ്പില, നമ്മുടെ കഴുകി അരിഞ്ഞു വെച്ചിട്ടുള്ള ബീഫ് 1 കിലോ കുക്കറിലോട്ട് മാറ്റുക. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുക. 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ജീരകപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകപ്പൊടി, ഒരു ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്യുക. അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ, വെളിച്ചെണ്ണയോ പാം ഓയിലോ എണ്ണ ആഡ് ചെയ്യുക. ഇനി കുറച്ച് കറിവേപ്പില, 1 തണ്ട് കറിവേപ്പില ആഡ് ചെയ്യുക. 1 ടേബിൾ സ്പൂൺ ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് കൂടെ ആഡ് ചെയ്യാം. ഇനി കുറച്ച് ഉലുവ ആവശ്യമുള്ളവർ ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. എല്ലാ ഭാഗത്തും ആകുന്നതിലേക്കാണ് മിക്സ് ചെയ്യുക. ഇനി മിക്സ് ആകുന്നില്ലെങ്കിൽ വളരെ കുറച്ച് വെള്ളം ആഡ് ചെയ്യുക. 1 ടീസ്പൂൺ വെള്ളം ആഡ് ചെയ്ത് നന്നായിട്ട് കുഴയ്ക്കുക, മിക്സ് ആക്കുക. എന്നിട്ട് അതിനെ ഗ്യാസിൽ വെച്ചിട്ട് സ്റ്റവിൽ വെച്ച് ചൂടാക്കുക. വേറെ വെളിയിൽ നിന്ന് വെള്ളം ആഡ് ചെയ്യരുത്, കാരണം മീറ്റിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളം പുറത്തു വരുന്നതാണ്. ആ വെള്ളത്തിൽ തന്നെ അത് വേകുന്നതാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ സ്റ്റൗവ് ചൂടാക്കുക. ഇനി ആ സമയത്ത് നമുക്ക് നമ്മുടെ ചീനിച്ചട്ടി ചൂടാക്കിയതിന് ശേഷം 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, സവാളയെക്കാട്ടിയും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി കിട്ടുമെങ്കിൽ അത് ഉപയോഗിക്കുക, അത് ഉപയോഗിച്ചാൽ ടേസ്റ്റ് കൂടുന്നതാണ്. ഉള്ളി ആഡ് ചെയ്യാം, നന്നായിട്ടൊന്ന് വഴട്ടുക. അതിലോട്ട് വറ്റൽമുളക് മുറിച്ചിടുക. അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ആഡ് ചെയ്യാം. അതിലോട്ട് തക്കാളിയും കൂടെ മുറിച്ചിട്ട് നന്നായിട്ട് വഴട്ടുക. ഒരു ഗോൾഡൻ കളർ വന്നതിന് ശേഷം നമ്മുടെ ബീഫ് ഒരു 8 വിസിൽ കഴിഞ്ഞതിന് ശേഷം മാത്രമേ എടുക്കാവൂ, എങ്കിലേ അത് വേഗത്തുള്ളൂ. അതുകൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്യുക. ഉപ്പും മുളകും എല്ലാം നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. അതിനുശേഷം കുറച്ച് 1 തണ്ട് കറിവേപ്പില കൂടെ അതിലോട്ട് ആഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ആ വെള്ളം മീറ്റിൽ നിന്ന് പുറത്തു വന്നതാണ്. ആ വെള്ളം മുഴുവനും വറ്റി നന്നായിട്ട് ഡ്രൈ ആകുന്നതിന് വേണ്ടി അനുവദിക്കുക. ഒരു 15 മിനിറ്റോളം സമയം എടുക്കുന്നതാണ്. അതൊന്ന് ഇളകി കൊടുക്കുക, അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും. ഇപ്പോൾ നമുക്ക് കാണാം വെള്ളമെല്ലാം പോയിട്ടുണ്ട്. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ബീഫ് പെരട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ കാപ്പിയുടെ കൂടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക, കമൻറ്റ്സ് എല്ലാം അറിയിക്കുക. ഓക്കെ, ഗുഡ് ബൈ.